ഗസയിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ. അധിനിവേശ ഈസ്റ്റ് ജെറുസലേമിൽ നടത്തിയ ആക്രമണത്തിൽ 2 കൗമാരക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഖാൻ യൂനിസ് നഗരത്തിന് തെക്ക് യെല്ലോ ലൈനിന് പുറത്ത് ഇസ്രായേൽ സൈന്യം നാടുകടത്തപ്പെട്ട വ്യക്തിയെ കൊലപ്പെടുത്തിയതായി നാസർ ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഗസ മുനമ്പിലുടനീളം ഇസ്രായേൽ സൈന്യം മാരകമായ ആക്രമണങ്ങൾ തുടരുകയാണ്. രാത്രി മുഴുവൻ രൂക്ഷമായ ബോംബാക്രമണവും ഡ്രോൺ വെടിവെപ്പും നടന്നു. നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലുടനീളം റെയ്ഡുകൾ നടത്തി നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. കുടുംബങ്ങൾ താമസിക്കുന്ന കേന്ദ്രങ്ങൾ നോക്കിയിരുന്നു ആക്രമണം. കനത്ത വ്യോമാക്രമണത്തിൽ ചുരുങ്ങിയത് 28 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ 10 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ഗസയിൽ ഏറ്റവും കൂടുതൽ പേരെ കൊന്നുതള്ളിയ ദിവസം കൂടിയായിരുന്നു അത്. ഗസ സിറ്റിയിലും ഖാൻ യൂനിസിലുമാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. 80-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 3 പ്രത്യേക സ്ഥലങ്ങളിൽ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. തെക്കൻ ഗസയിലെ അൽ മവാസി ഉൾപ്പെടെ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. കിഴക്കൻ ഗാസ സിറ്റി പ്രദേശമായ ഷുജായിലും ആക്രമണം നടത്തി. കുടിയിറക്കപ്പെട്ട ഫലസ്തീൻ കുടുംബങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്ന സൗത്തോൺ അയൽപ്പക്കത്തുള്ള ഒരു കെട്ടിടത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഇവിടെ ഒരു കുടുംബം മുഴുവൻ ഉൾപ്പെടെ കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ 69,483 പേരെ കൊലപ്പെടുത്തുകയും 1,70,706 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.